കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഇന്ദിരാഗാന്ധിയും കോടതിയും തമ്മിൽ നടന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമ പോരാട്ടമാണ്. കോടതികളെ പോലും അമ്പരിപ്പിച്ച ആ അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിന് ശേഷം രാജ്യത്തുണ്ടായ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ജനവിധി അട്ടിമറിക്കുന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളെയും കൂറുമാറ്റങ്ങളെയും നമ്മുടെ ജനാധിപത്യ നിയമവ്യവസ്ഥ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് നോക്കാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 ഇന്ദിരാഗാന്ധി സർക്കാർ പരാജയപ്പെടുകയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു. അവർ അടിയന്തരാവസ്ഥാ കാലത്തെ കരിനിയമങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനായി 1978 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കി. ഈ 44-ാം ഭേദഗതിയിലൂടെ 39-ാം ഭേദഗതി വഴി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരുന്ന ആർട്ടിക്കിൾ 329A പൂർണ്ണമായും നീക്കം ചെയ്തു. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള നിയമപ്രകാരം പ്രധാനമന്ത്രിയുടെയോ സ്പീക്കറുടെയോ രാഷ്ട്രപതിയുടെയോ ഉൾപ്പെടെ ആരുടെ തിരഞ്ഞെടുപ്പും നിയമപരമായി കോടതികളിൽ ചോദ്യം ചെയ്യാവുന്നതാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ സുപ്രീം കോടതിയും പ്രധാനമന്ത്രി, എംപിമാർ, MLAമാർ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ ബന്ധപ്പെട്ട ഹൈക്കോടതികളുമാണ് നേരിട്ട് പരിശോധിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം നിയമതർക്കങ്ങൾ പോലെ തന്നെ ജനാധിപത്യത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന വിവിധ രീതികളും അവരുടെ പശ്ചാത്തലവും. ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രധാനമായും 3 രീതിയിലാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുന്നവരാണ് ഇതിൽ ആദ്യത്തേത്. രണ്ടാമതായി, ഒരു പാർട്ടിയുടെയും ഭാഗമാകാതെ സ്വന്തം നിലയിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. മൂന്നാമതായി, ഔദ്യോഗികമായി ഒരു പാർട്ടിയിലും ചേരാതെ എന്നാൽ ഏതെങ്കിലും പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിൻ്റെയോ നേരിട്ടുള്ള പിന്തുണയോടെ മത്സരിക്കുന്നവർ. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ വോട്ട് ചോദിച്ച് ജയിക്കുന്ന ജനപ്രതിനിധികൾക്ക് ആ പാർട്ടിയുടെ നയങ്ങളോടും അവരെ തിരഞ്ഞെടുത്ത വോട്ടർമാരുടെ ജനവിധിയോടും പൂർണ്ണമായ പ്രതിബദ്ധത ഉണ്ടായിരിക്കാൻ ഭരണഘടന കൃത്യമായ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു പ്രത്യേക പാർട്ടിയുടെയോ ചിഹ്നത്തിൻ്റെയോ പേരിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ച ശേഷം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ജനവിധിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടി മാറുന്ന പ്രവണത തടയാനാണ് ഭരണഘടനയിൽ 10-ാം ഷെഡ്യൂൾ അഥവാ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത്. രാഷ്ട്രീയ സുസ്ഥിരത ഉറപ്പാക്കാനും വോട്ടർമാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ഈ ഭരണഘടനാ സംവിധാനം നിർണായക പങ്കുവഹിക്കുന്നു. ഇതേ നിയമമനുസരിച്ച് ഒരു സ്വതന്ത്ര അംഗം ജയിച്ച ശേഷം മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയാളുടെ അംഗത്വവും റദ്ദാക്കപ്പെടും. ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറെക്കാലം വേട്ടയാടിയ ഒന്നായിരുന്നു ജനപ്രതിനിധികളുടെ പണത്തിനും പദവിക്കും വേണ്ടിയുള്ള കൂട്ടത്തോടെയുള്ള കൂറുമാറ്റങ്ങൾ. 1967 ഹരിയാനയിലെ ഗയാലാൽ എന്ന MLA വെറും 15 ദിവസത്തിനുള്ളിൽ 3 തവണ പാർട്ടി മാറിയതോടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആയാറാം ഗയാറാം എന്ന പ്രശസ്തമായ പ്രയോഗമുണ്ടായത്. ഈ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പരിഹാരമായാണ് 1985 ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ കൊണ്ടുവന്നതെങ്കിലും അതിൽ ചില പോരായ്മകൾ നിലനിന്നിരുന്നു. 1985 നിയമപ്രകാരം ഒരു പാർട്ടിയുടെ 1/3 അംഗങ്ങൾ ഒന്നിച്ചു മാറിയാൽ അത് പിളർപ്പായി കണക്കാക്കി അയോഗ്യതയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇത് വ്യക്തിഗത കൂറുമാറ്റങ്ങൾക്ക് പകരം കൂട്ടത്തോടെയുള്ള കൂറുമാറ്റങ്ങൾക്ക് കാരണമായി. ഈ ലൂപ്പ് ഹോൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് 2003 അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് 91ാമത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്. ഇതിലൂടെ പഴയ പിളർപ്പ് എന്ന വ്യവസ്ഥ പൂർണ്ണമായും റദ്ദാക്കുകയും ഒരു പാർട്ടിയുടെ 2/3 അംഗങ്ങൾ ഒന്നിച്ച് മറ്റൊരു പാർട്ടിയിൽ ലയിച്ചാൽ മാത്രമേ അയോഗ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാകൂ എന്ന കർശന നിയമം കൊണ്ടുവരികയും ചെയ്തു. ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന പ്രവണതകൾക്ക് തടയിടാൻ ഈ ചരിത്രപരമായ ഭേദഗതിയിലൂടെ സാധിച്ചു. ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ വിരോധാഭാസം നമ്മൾ കാണുന്നത്. ഒരു കാലത്ത് പ്രതിപക്ഷ നിരകളെ ചോർത്തി സ്വന്തം ഭരണം ഉറപ്പിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി തന്നെ ഒടുവിൽ കൂറുമാറ്റത്തിനെതിരെ നിയമം കൊണ്ടുവരാൻ നിർബന്ധിതരായി. കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ അട്ടിമറികളും കൂറുമാറ്റങ്ങളും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും അതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിയതും കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് ഭൂപേഷ് ഗുപ്തയുടെ നിരീക്ഷണങ്ങൾ പ്രകാരം 1950-കൾ മുതൽ 1967 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ഭൂരിഭാഗം കൂറുമാറ്റങ്ങളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളിലെ MLAമാരെയും MPമാരെയും കോൺഗ്രസിലേക്ക് ആകർഷിച്ച് പ്രാദേശിക സർക്കാരുകളെ നിലനിർത്താൻ കോൺഗ്രസ് നേതൃത്വം അന്ന് മുൻകൈയെടുത്തിരുന്നു. 1984 ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധിക്ക് തൻ്റെ 400-ലധികം വരുന്ന MPമാർ ഭാവിയിൽ പാർട്ടി പിളർത്തുമോ എന്ന ഭയമുണ്ടായിരുന്നു. സ്വന്തം പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ഒപ്പം സ്വന്തം കോട്ടയ്ക്ക് കാവലിടാനും വേണ്ടിയാണ് അദ്ദേഹം 1985 52-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10-ാം ഷെഡ്യൂൾ നടപ്പിലാക്കിയത്. വോട്ടറും സ്ഥാനാർത്ഥിയും ആരാണെന്നും അവരുടെ യോഗ്യതയും അയോഗ്യതയും എന്താണെന്നും സ്ഥാനാർത്ഥി പാലിക്കേണ്ട മര്യാദകളും വോട്ടറോട് പുലർത്തേണ്ട പ്രതിബദ്ധതയും വിശ്വാസ്യതയും മറ്റും എന്താണ് എന്നും കണ്ടുകഴിഞ്ഞു. സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, അയാൾ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും വലിയ ഉത്തരവാദിത്തം ജനങ്ങളോടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം തകർക്കാതെ പെരുമാറുക,
ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുക എന്ന വലിയ കടമയുണ്ട്. അതിനായി രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ പെരുമാറണം എന്ന് നോക്കാം. ഓരോ തിരഞ്ഞെടുപ്പ് വേളയിലും ഭരണം കൈയാളുന്നവരും എതിർപക്ഷത്തുള്ളവരുമായ രാഷ്ട്രീയ കക്ഷികൾ ധാരാളം വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പൊതുപണം ഉപയോഗിച്ച് അനാവശ്യ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുമെന്നും ഇത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന അഴിമതിക്ക് തുല്യമാണെന്നും സുപ്രീംകോടതി തുടർച്ചയായി നിരീക്ഷിച്ചിട്ടുണ്ട്. വികസനത്തിന് ഉപയോഗിക്കേണ്ട പണം വോട്ട് ബാങ്കിനായി കളയുന്നതിനെ കോടതി ശക്തമായി വിമർശിച്ചിട്ടുമുണ്ട്. ഇത്തരം നിയന്ത്രണമില്ലാത്ത വാഗ്ദാനങ്ങൾ സംസ്ഥാനങ്ങളെ കടുത്ത കടക്കെണിയിലേക്കും പാപ്പരത്തത്തിലേക്കും തള്ളിവിടുന്നു. അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പാലങ്ങൾ എന്നിവ നിർമ്മിക്കാൻ പണമില്ലാത്ത അവസ്ഥ ഇതിലൂടെ ഉണ്ടാകുന്നു. ധനക്കമ്മിയുള്ള സംസ്ഥാനങ്ങൾ പോലും വികസനത്തിന് പണം മാറ്റിവെക്കാതെ വോട്ട് മാത്രം ലക്ഷ്യമിട്ട് പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി ആർക്കാണ് അർഹത എന്ന് പോലും നോക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സൗജന്യ റേഷനും സൗജന്യ വൈദ്യുതിയും പണവും കൊടുത്താൽ പിന്നെ ആര് ജോലി ചെയ്യും? വികസനം എങ്ങനെയുണ്ടാകും എന്ന് നമ്മോട് ചോദിച്ചത് തമിഴ്നാട് പവർ ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഫയൽ ചെയ്ത കേസിൽ ഈ അടുത്തായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. സൗജന്യങ്ങൾ നൽകുന്നത് ഒരു പാർട്ടിയുടെ വോട്ട് ബാങ്ക് കൂട്ടാൻ മാത്രമാണ്, അത് പൊതുവായ വികസനത്തിനല്ല എന്ന കോടതിയുടെ നിരീക്ഷണം വളരെ ശരിയുമാണ്. പൊതുഖജനാവിലെ പണം നേരിട്ട് ഉപയോഗിച്ച് വോട്ട് ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടത്തുന്ന ഇത്തരം പ്രഖ്യാപനങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള അഴിമതിയും ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനവുമാണ്. ഇത്തരം പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങൾ ദീർഘകാല അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പണമാണ് ഇല്ലാതാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ജനവിധി തേടുന്ന സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ നൽകുന്ന ഇത്തരം യുക്തിരഹിത സൗജന്യ വാഗ്ദാനങ്ങൾ അഥവാ ഈ ഫ്രീബികൾ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വലിയ ഭീഷണിയാണെന്ന് സുപ്രീംകോടതിയുടെ സമീപകാല നിരീക്ഷണങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സൗജന്യ യാത്ര പോലുള്ള ഗ്യാരണ്ടികൾ ഗതാഗത സംവിധാനങ്ങളെയും പൊതുഖജനാവിനെയും തകർച്ചയിലേക്ക് തള്ളിവിട്ട പശ്ചാത്തലത്തിൽ ഇത്തരം പോപ്പുലിസ്റ്റ് പ്രഖ്യാപനങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള അഴിമതിക്ക് തുല്യമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വികസനത്തിന് ഉപയോഗിക്കേണ്ട പണം വോട്ടിനായി ദുരുപയോഗം ചെയ്യുന്നത് തടയാനും കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തോടെയുള്ള സുസ്ഥിര ഭരണം ഉറപ്പാക്കാനും കോടതികളുടെ ഇത്തരം ഇടപെടലുകൾ പ്രേരിപ്പിക്കുന്നു. സുബ്രഹ്മണ്യം ബാലാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന കേസിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിൻ പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകളെ, അതായത് ഇലക്ഷൻ മാനിഫെസ്റ്റോയെ സംബന്ധിച്ച് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രകടന പത്രികകൾ വഴി നൽകുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തെ ബാധിക്കരുത് എന്ന് കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. വാഗ്ദാനങ്ങളുടെ യുക്തിസഹതയും അവ നടപ്പിലാക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സുകളുടെ വിശദാംശങ്ങളും പ്രകടന പത്രികയിൽ വ്യക്തമാക്കണമെന്നാണ് മറ്റൊരു നിർദ്ദേശം. സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കണമെന്ന ഇലക്ഷൻ കമ്മീഷന്റെ പ്രകടന പത്രികകളെ സംബന്ധിച്ച ഗൈഡ് ലൈൻസ് പാലിക്കാൻ കേരളത്തിൽ ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഫ്രീബീസ് വാഗ്ദാനം ചെയ്തവർക്കൊക്കെ കഴിഞ്ഞോ എന്നറിയില്ല. യാതൊരുവിധ സാമ്പത്തിക ആസൂത്രണവുമില്ലാതെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് പ്രഖ്യാപിക്കുന്ന ഇത്തരം ഗ്യാരണ്ടികൾ ജനാധിപത്യത്തെയും വോട്ടർമാരെയും വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ജനങ്ങൾക്ക് വേണ്ടത് സൗജന്യമല്ല, സുസ്ഥിര വികസനവും അന്തസ്സായി ജീവിക്കാനുള്ള അവസരവുമാണ്. ഒരു കിറ്റിലോ ഫ്രീ ടിക്കറ്റിലോ ഒതുക്കരുത് പൗരന്റെ അവകാശത്തെയും അവസരത്തെയും. പിന്നെ ജനങ്ങൾ അവർക്ക് യോജിച്ച ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്നാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ തോറ്റില്ല, ഞങ്ങളെ തോൽപ്പിച്ച വോട്ടർമാർ തോറ്റു എന്ന് വികസനം ലക്ഷ്യമാക്കിയവർക്ക് തോന്നിയാൽ അതിൽ തെറ്റില്ല. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഇത്തരം ജനാധിപത്യപരമായ അച്ചടക്കങ്ങൾക്കപ്പുറം വോട്ടർമാരുടെ വോട്ടവകാശത്തെയും ഉപതിരഞ്ഞെടുപ്പുകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന മറ്റൊരു സുപ്രധാന വശം കൂടിയുണ്ട്. അത് സ്ഥാനാർത്ഥികൾക്ക് മത്സരിക്കാവുന്ന മണ്ഡലങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് ഒരേ സമയം ഒന്നിലധികം മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ സാധിക്കും. നിലവിൽ ഒരാൾക്ക് പരമാവധി 2 മണ്ഡലങ്ങളിൽ നിന്നാണ് മത്സരിക്കാൻ കഴിയുക. മുമ്പ് അതിലധികം മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാൻ നിയമപരമായ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. എന്നാൽ അനാവശ്യ ഉപതിരഞ്ഞെടുപ്പുകളും പൊതുചെലവും ഒഴിവാക്കുന്നതിനായി പിന്നീട് ഈ പരിധി 2 മണ്ഡലങ്ങളായി ചുരുക്കുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥി 2 മണ്ഡലങ്ങളിലും വിജയിച്ചാൽ ഏതെങ്കിലും ഒരു സീറ്റ് രാജിവെക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ചില മണ്ഡലങ്ങൾ പട്ടികജാതി വിഭാഗത്തിനും പട്ടികവർഗ വിഭാഗത്തിനുമായി സംവരണം ചെയ്തിട്ടുണ്ട്. ഈ സംവരണ സംവിധാനം കൊണ്ടുവന്നത് സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായാണ്. സംവരണ മണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ട വിഭാഗത്തിലെ സ്ഥാനാർത്ഥികൾക്കേ മത്സരിക്കാനാകൂ. എന്നാൽ ആ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാർക്കും വോട്ടവകാശം സാധാരണ പോലെ തുടരും. മണ്ഡലങ്ങളുടെ സംവരണം ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർണ്ണയിക്കുന്നതാണ്. ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് നിയമവ്യവസ്ഥയിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ജനപ്രാതിനിധ്യവും നിയമസാധുതയും പൂർണ്ണമാകുന്നത് ഭരണഘടന അനുശാസിക്കുന്ന 3 സുപ്രധാന സത്യപ്രതിജ്ഞകളിലൂടെയും വിജയപ്രഖ്യാപനത്തിലൂടെയുമാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ വരണാധികാരിക്ക് മുന്നിൽ നടത്തുന്നതാണ് 1ാം സത്യപ്രതിജ്ഞ. ഇത് ചെയ്യാത്ത പക്ഷം പത്രിക തള്ളപ്പെടും. പത്രിക സ്വീകരിക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സാധുവായ വോട്ടുകൾ നേടുന്ന സ്ഥാനാർത്ഥിയെ
ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് വ്യവസ്ഥിതിയിലൂടെ വിജയിയായി നിശ്ചയിക്കുന്നു. അതായത് കൂടെ മത്സരിച്ചവരെക്കാളും ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടുന്നയാൾ വിജയിക്കും. തുടർന്ന് മണ്ഡലത്തിലെ വരണാധികാരി ഔദ്യോഗികമായി വിജയിയെ പ്രഖ്യാപിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം സഭാംഗമായി ചുമതലയേൽക്കുന്നതിനും സഭാ നടപടികളിൽ പങ്കെടുക്കുന്നതിനുമായി നടത്തുന്നതാണ് രണ്ടാം സത്യപ്രതിജ്ഞ. തുടർന്ന് മന്ത്രിസഭയുടെ ഭാഗമായി മാറുമ്പോൾ നടത്തുന്ന സത്യപ്രതിജ്ഞയാണ് മൂന്നാമത്തേത്. ഇതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഔദ്യോഗിക പദവിയുടെ സത്യപ്രതിജ്ഞയും രണ്ടാമത്തേത് രഹസ്യ വിവരങ്ങൾ സൂക്ഷിക്കുമെന്ന സത്യപ്രതിജ്ഞയുമാണ്. ഓത്ത് ഓഫ് ഓഫീസും ഓത്ത് ഓഫ് സീക്രസിയും. കേവലം രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ജനാധിപത്യ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ഭരണഘടനാപരമായ പരമാധികാരത്തോടും രാജ്യത്തിൻ്റെ അഖണ്ഡതയോടും പുലർത്തേണ്ട നിയമപരമായ ബാധ്യതയെയാണ് ഈ 3 സത്യപ്രതിജ്ഞകളും ഓർമ്മിപ്പിക്കുന്നത്. ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് സംവിധാനം ആർട്ടിക്കിൾ 324 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. പാർലമെന്റും നിയമസഭയും പോലുള്ള പ്രധാന തിരഞ്ഞെടുപ്പുകൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമ്പോൾ സംസ്ഥാനതലത്തിൽ അതിന്റെ നിർദ്ദേശങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ നടപ്പിലാക്കുന്നു. എന്നാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും ആ തിരഞ്ഞെടുപ്പുകളെ നിയന്ത്രിക്കുന്നതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പാർലമെന്റ്, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ്. സംസ്ഥാനതലത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെയും ജില്ലാതലത്തിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ്, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്നിവരുടെയും സഹായത്തോടെ ഇത് തയ്യാറാക്കപ്പെടുന്നു. ഇലക്ടറൽ റോൾ എന്നത് വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ പൗരന്മാരുടെയും ഔദ്യോഗിക പട്ടികയാണ്. ഇതേ കാര്യം തന്നെയാണ് സാധാരണയായി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. ഈ പട്ടികയിൽ പേര് ഉൾപ്പെട്ടാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള നിയമപരമായ അവകാശം ലഭിക്കുന്നത്. വോട്ടർ ഐഡന്റിറ്റി കാർഡ് അഥവാ ഇലക്ടറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നൽകുന്നതും ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. എന്നാൽ അത് പ്രധാനമായും തിരിച്ചറിയൽ രേഖയാണ്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഉറപ്പാക്കുന്ന രേഖയല്ല. അതിനാൽ വോട്ടർ ID കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം വോട്ട് ചെയ്യാൻ കഴിയില്ല. വ്യക്തിയുടെ പേര് നിർബന്ധമായും ഇലക്ടറൽ റോളിൽ ഉണ്ടായിരിക്കണം. പേര് പട്ടികയിലുണ്ടെങ്കിൽ വോട്ടർ IDക്ക് പകരം ആധാർ കാർഡോ പാസ്പോർട്ടോ പോലെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച രേഖകൾ കാണിച്ച് വോട്ട് ചെയ്യാം. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനം അവയുടെ ഭരണഘടനാപരമായ ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 239 പ്രകാരം കേന്ദ്രഭരണ പ്രദേശങ്ങൾ രാഷ്ട്രപതിയുടെ ഭരണാധികാരത്തിലാണുള്ളത്. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ മുഖേന ഭരണം നടത്തുന്നു. ചില കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭ നിലവിലുണ്ട്. ഉദാഹരണത്തിന് ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയവ. ഇത്തരം പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളിലേതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അവിടങ്ങളിൽ MLA-മാരെ തിരഞ്ഞെടുക്കുകയും പിന്നീട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ നിയമസഭ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കില്ല. അവിടങ്ങളിൽ നേരിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം നടക്കുന്നു. ഭരണ നിയന്ത്രണം അഡ്മിനിസ്ട്രേറ്റർ മുഖേന രാഷ്ട്രപതി നടത്തുന്നു. ഉദാഹരണം ലക്ഷദ്വീപ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ EVM എന്ന ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിക്കുന്നു. ഇത് പേപ്പർ ബാലറ്റ് സിസ്റ്റത്തിന് പകരമായി കൊണ്ടുവന്ന ഒരു സുരക്ഷിതവും വേഗതയുള്ളതുമായ വോട്ടിംഗ് സംവിധാനമാണ്. വോട്ടർ തങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥിയുടെ ബട്ടൺ അമർത്തുമ്പോൾ വോട്ട് നേരിട്ട് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു. 1982 കേരളത്തിലെ നോർത്ത് പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് സമയത്താണ് 50 പോളിംഗ് സ്റ്റേഷനുകളിൽ ഇന്ത്യയിൽ ആദ്യമായി EVM പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചത്. 1998, 2003 കാലഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ചില പ്രത്യേക ലോക്സഭാ മണ്ഡലങ്ങളിലും EVM ഘട്ടം ഘട്ടമായി പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയിൽ രാജ്യവ്യാപകമായി എല്ലാ പോളിംഗ് ബൂത്തുകളിലും EVM പൂർണ്ണമായും ഉപയോഗിച്ചു തുടങ്ങിയത് 2004 മുതലാണ്. ഇപ്പോൾ EVM-നോടൊപ്പം വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രെയിൽ അഥവാ VVPAT എന്ന സംവിധാനം കൂടി ഉപയോഗിക്കുന്നു. വോട്ടർ ബട്ടൺ അമർത്തിയതിനു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ പേര്, ചിഹ്നം എന്നിവ അടങ്ങിയ ഒരു ചെറിയ സ്ലിപ്പ് പുറത്തു വരികയും അത് 7 സെക്കൻഡുകൾ കാണിച്ച ശേഷം സീൽ ചെയ്ത ബോക്സിൽ വീഴുകയും ചെയ്യുന്ന ഏർപ്പാടാണിത്. ഇതിലൂടെ വോട്ട് ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വോട്ടർക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നു. ഇത് വോട്ടിംഗ് പ്രക്രിയയിലെ സുതാര്യത വർദ്ധിപ്പിക്കുന്നു. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി EVM-നൊപ്പം VVPAT മെഷീൻ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചത്. 2017 ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും VVPAT നിർബന്ധിതമായി ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയത്. 2017 നടന്ന ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് സംസ്ഥാനത്തെ എല്ലാ ബൂത്തുകളിലും ഇലക്ഷൻ കമ്മീഷൻ VVPAT ഘടിപ്പിച്ചത്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും 543 മണ്ഡലങ്ങളിലെയും മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും VVPAT രാജ്യവ്യാപകമായി നിർബന്ധമാക്കിയത്.
EVM, VVPAT സംവിധാനങ്ങളുടെ സുതാര്യത ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ തള്ളിക്കൊണ്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ പൂർണ്ണമായും ശരിവെച്ച സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ വിധി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. EVM മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ലെന്നും സാങ്കേതികവിദ്യയെ സംശയത്തോടെ കാണുന്ന പ്രതിപക്ഷ നിലപാടുകൾ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പ്രഖ്യാപിച്ച ഈ വിധി ഏറെ പ്രസക്തമാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ സുതാര്യതയും വിശ്വാസ്യതയും പൂർണ്ണമായി ശരിവെച്ച സുപ്രീം കോടതി വിധി നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് നൽകിയ നിയമസാധുത വളരെ വലുതാണ്. ഇതോടെ വോട്ട് മെഷീനിൽ ഭദ്രമായി ലോക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഈ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ദേശീയ പാർട്ടി പദവിയിലേക്ക് ഉയരുന്നത്? ജനങ്ങൾ തിരഞ്ഞെടുത്തയക്കുന്ന MP-മാരും MLA-മാരും ചേർന്ന് സഭയ്ക്കുള്ളിൽ സർക്കാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ആ വലിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ഭാഗത്തിൽ കടക്കാം.